അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിന്റെയും ബൂച്ച് വിൽമോറിന്റെയും മടങ്ങി വരവുടൻ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചത്. 6, 5, 4, 3, 2, 1. Ignition and liftoff. Go SpaceX, go NASA Crew 10. Copy, 1 Alpha. And liftoff of Crew 10 now soaring to the International Space Station. വിവരങ്ങളുമായി ഇപ്പോൾ രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, ഏറെ നാളായി സുനിത വില്യംസും ബൂച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒടുവിൽ അത് വിജയകരമായി തീർന്നിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യൻ സമയം രാവിലെ 4:33 ഇതുപോലെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചത്. ഇത് പ്രധാനമായും കഴിഞ്ഞ 9 മാസത്തോളമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യ വംശജയായ സുനിത വില്യംസിൻ്റെയും സഹയാത്രികനായ ബൂച്ച് വിൽമോർക്കിൻ്റെയും ഈ കൊണ്ടുവരാനുള്ള ഈ ദൗത്യം ആരംഭിക്കുന്നത്. ഇത് രാവിലെ 4:33 ഈ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ഇത് വിക്ഷേപിച്ചത്. ഈ ദൗത്യം പൂർത്തിയാക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 8 മാസത്തോളമായി ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിൻ്റെയും സഹയാത്രികയായ ബൂച്ച് വിൽമോർക്കിൻ്റെയും മടങ്ങിവരവ് ഉടനുണ്ടാകുന്ന സൂചനയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഇത് പ്രധാനമായും ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ഈ രാവിലെ 4:30 ഇന്ത്യൻ സമയം 4:33 ഈ പേടകം കുതിച്ചുയർന്നത്. ഇതിൽ പ്രധാനമായും ഈ ദൗത്യത്തിൽ 4 പുതിയ അന്താരാഷ്ട്ര ബഹിരാകാശ സഞ്ചാരികളും ഉണ്ട്. ഈ ദൗത്യത്തിൽ പ്രധാനമായും ഈ യുഎസിൻ്റെ അല്ലെങ്കിൽ നാസയുടെ പ്രധാന ബഹിരാകാശ യാത്രികരായ അല്ലെങ്കിൽ പുതിയ യാത്രികയായ ആനി മസ്ലിൻ നിക്കോളാക്സ്, അതുപോലെ തന്നെ ഈ നാസയുടെ മറ്റൊരു പൈലറ്റായിട്ടുള്ള നിക്കോളാക്സ് അയോക്സ്, തൊട്ടു പിന്നാലെ ജപ്പാനിലെ ബഹിരാകാശ അല്ലെങ്കിൽ സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള ടാക്കുവ ഒനിഷി, അതുപോലെ തന്നെ റഷ്യയുടെ കിറിൽ പെസ്കോവ് തുടങ്ങിയ ബഹിരാകാശ യാത്രികരും ഈ ദൗത്യത്തിൽ പങ്കുചേർന്നുണ്ട്. അതോടെ കഴിഞ്ഞ 9 മാസത്തോളമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ കൊടുക്കുന്ന ഈ സുനിത വില്യംസിൻ്റെയും സഹയാത്രികനായ വിൽമോർക്കിൻ്റെയും മടങ്ങിവരവ് ഉടനുണ്ടാകുന്ന സൂചനയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന സ്പേസ് എക്സ് ക്രൂ 9 ഈ സാങ്കേതിക തകരാറ് മൂലം അല്ലെങ്കിൽ ലോഞ്ച് പേഡിലെ തകരാറ് മൂലം ഈ ദൗത്യം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയായിരുന്നു വളരെ വേഗത്തിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 9 മാസത്തോളമായി കുടുങ്ങിയിരിക്കുന്ന ഈ യാത്രക്കാരെ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികരെ പെട്ടെന്ന് തന്നെ ഉടനെ ഭൂമിയിൽ എത്തിക്കണം എന്നൊരു ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ സ്പേസ് എക്സ് ക്രൂ 10 പുനരാരംഭിക്കുന്നത്. എന്നാലും സഹയാത്രികനായിട്ടുള്ള ബൂച്ച് വിൽമോർക്കും അല്ലെങ്കിൽ ഇന്ത്യ വംശജനായിട്ടുള്ള സുനിത വില്യംസും കഴിഞ്ഞ വർഷം ജൂൺ 5 ഇതുപോലെ ഈ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തിരിച്ചത്. തൊട്ടു പിന്നാലെ ജൂൺ 6 ഈ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നു. അന്ന് തന്നെ ചില സാങ്കേതിക തകരാറെല്ലാം ഈ പേടകത്തിനുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അവഗണിച്ച് അല്ലെങ്കിൽ അതെല്ലാം മുന്നോട്ട് കടന്ന് ജൂൺ 6 ഈ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നു. തൊട്ടു പിന്നാലെ കഴിഞ്ഞ 9 മാസത്തോളമായി കുടുങ്ങിയെടുക്കുന്ന ഈ സഹയാത്രികനും ഈ ഇന്ത്യ വംശജനായിട്ടുള്ള സുനിത വില്യംസിൻ്റെയും മടങ്ങിവരവ് എന്നൊരു കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. അതാണ് ഇപ്പോൾ പ്രധാനമായും നാസയും എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സും ചേർന്നൊരു ഈ ദൗത്യത്തിലൂടെ പുനരാരംഭിക്കുന്നത്. ഇത് വിജയകരമായി പൂർത്തീകരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 9 മാസത്തോളമായി കുടുങ്ങിയെടുക്കുന്ന ഈ ബഹിരാകാശ സഞ്ചാരികളെ എത്തിക്കാനുള്ള ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കും. എന്നാലും അവസാന നിമിഷം കണ്ടെത്തിയ ഈ ലോഞ്ച് പേഡിലെ സാങ്കേതിക തകരാറായിരുന്നു സ്പേസ് എക്സ് 9 നിർത്തിവെക്കാനുള്ള കാരണം. ഈ തൊട്ടു പിന്നാലെയായിരുന്നു സ്പേസ് എക്സ് ക്രൂ 10 ആരംഭിച്ചത്. ഇത് പ്രധാനമായും ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇത് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചുയർന്നത്. ഇത് വിജയകരമായി പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ മാർച്ച് 20 ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസിൻ്റെയും സഹയാത്രികനായ ബൂച്ച് വിൽമോർക്കിൻ്റെയും മടങ്ങിവരവ് ഉടനുണ്ടാകുന്ന സൂചന നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യൻ സമയം 4:33 ഇതുപോലെ സ്പേസ് എക്സ് ക്രൂ 10 കുതിച്ചുയർന്നത്. ഇത് പ്രധാനമായും ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുന്ന
ഈ സഹയാത്രികരെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദൗത്യം പൂർത്തീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിജയകരമായി പൂർത്തീകരിക്കുകയാണെങ്കിൽ സുനിത വില്യംസിൻ്റെയും സഹയാത്രികയായ ബുച്ച് വിൽമോർക്കിൻ്റെയും മടങ്ങിവരവ് ഉടനുണ്ടാകുന്ന സൂചനയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്.